അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ വന്നിട്ടുണ്ട് ഒരു പുതിയ റോബ്ലോക്സിൻ്റെ വീഡിയോ ആയിട്ട് ഗൈസ്. ഞാൻ സാധാരണ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആണ് ഇടാറുള്ളത്. നമ്മൾ ഇത് മാറ്റി പിടിച്ചൊന്ന് റോബ്ലോക്സിലും കയറിയിട്ടുണ്ട്. റോബ്ലോക്സിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ റോബ്ലോക്സ് എന്നിട്ട് എന്താ ഗ്രോ എ ഗാർഡൻ ആണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റോബ്ലോക്സിൽ നിങ്ങൾ കാണാം ഗൈസ്. ഇത് എനിക്ക് എവിടെയൊക്കെ കിട്ടിയ അക്കൗണ്ടാണ് ഗൈസ്. എനിക്ക് സ്കൂളിൽ നിന്നിട്ടുണ്ട്, എനിക്ക് കിട്ടിയ ഒരു അക്കൗണ്ടാണ്. ഇത് എൻ്റെ അക്കൗണ്ടിൽ എനിക്കിപ്പോൾ ഇത് വലിയ പ്രത്യേകിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടായി. ഇങ്ങനെയൊക്കെ ഒരു അക്കൗണ്ട് കിട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറി വല്ല വിൽക്കാനുണ്ടോ നോക്കട്ടെ കേസ്. എൻ്റെ നല്ല വലുതായ ഞാൻ ഇപ്പോൾ നട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റ്, പിന്നെ സ്ട്രോബെറി, പിന്നെ ബ്ലൂബെറിയാണ് കേസ് നട്ട് വെച്ചിരിക്കുന്നത്. കാണാം, നമുക്ക് സ്ട്രോബെറി കുറച്ച് പറിക്കാം കേസ്, കൊണ്ട് വിൽക്കാം. ഓക്കെ, സ്ട്രോബെറിയൊക്കെ നല്ല നല്ല ഒരു KG ഒന്നും ഇല്ലെങ്കിലും ആവശ്യത്തിന് വിലയൊക്കെ ഉണ്ട് കേസ് സ്ട്രോബെറി. ഞാൻ ഇപ്പോൾ ഇതിലുള്ള എല്ലാം പറിക്കട്ടെ. ഞാൻ പറിച്ചിട്ട് നമുക്കിനി കൊണ്ട് സെല്ല് ചെയ്യാം. ഞാൻ കൊണ്ട് സെല്ല് ചെയ്തിട്ട് വരാം കേസ്. നമുക്ക് എത്ര രൂപ കിട്ടും നോക്കാം. ഇതിൽ സെൻറ്റ് എന്നാണ് വയസ്സ് പറയണത്, സെൻസ് എന്ന് പറയും. അപ്പോൾ ഗൈസ് നമുക്ക് വല്ല സീഡ് എല്ലാം റീസ്റ്റോക്ക് ആകാൻ നോക്കാൻ. സീഡ് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഗൈസ് സെൻറ്റിൽ ഇത് വാങ്ങിക്കാൻ പൈസ ഒന്നുമില്ല കേസ്. സീഡ് വാങ്ങിക്കുക 6 സെൻറ്റ് മാത്രം വെച്ചിട്ട് എന്തോന്ന് വാങ്ങി നമുക്ക് സെല്ല് ചെയ്യാം കേസ്. നമുക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. 304 രൂപ കിട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് വല്ല വാങ്ങിക്കാൻ പറ്റും നോക്കി. മറ്റേ ടൊമാറ്റോ സീഡ് ഉണ്ട് കേസ്. ടൊമാറ്റോ സീഡ് വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ ഇല്ല തൽക്കാലത്തേക്ക്. ഇത് ഏത് പീസാണ്? പ്രത്യേകിച്ച് ആരും കളിക്കുക ഇല്ലെന്നാണ് കേസ് തോന്നുന്നത് ഇപ്പോൾ ടീലെ ഗാർഡനിൽ. ഞാൻ ഇപ്പോൾ ഈ സെർവറിൽ നമുക്കിനി ക്യാരറ്റൊക്കെ വിൽക്കാം കേസ്. ക്യാരറ്റ് വിൽക്കാം. നമുക്കിനി സ്ട്രോബെറി കുറച്ചങ്ങ് എടുത്ത് വിറ്റേക്കാം. കുറച്ചെടുത്ത് വിറ്റേക്കാം കേസ്. നമുക്ക് പിന്നെ കൊണ്ട് പൈസ ഉണ്ടാക്കി നമുക്ക് ടൊമാറ്റോ വാങ്ങാം. ഞാൻ ഇതുവരെ ടൊമാറ്റോ നട്ടിട്ടില്ല കേസ്. നമ്മൾ ചെറിയ തുടങ്ങി വലുതിലോട്ട് പോകുന്നതാണ് കേസ്. അതങ്ങനെയാണല്ലോ നമ്മൾ സെല് ചെയ്തിട്ടുണ്ട് കേസ്. കുറച്ചും കൂടെ പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 424 രൂപയായി കേസ്. നമുക്കിനി ബ്ലൂബെറി വാങ്ങാനുള്ള പൈസ ആയിട്ടുണ്ട്. നമുക്ക് അതിന് മുമ്പ് തന്നെ നമ്മുടെ ബീച്ചിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്കിനി കുറച്ചും കൂടെ സ്ട്രോബെറി പറിക്കാം ഗൈസ്. എൻ്റെ വായിക്കത്ത് ബ്ലൂബെറി എന്നേ വരുള്ളൂ. കുറച്ചും കൂടെ സ്ട്രോബെറി പറിച്ച് ഗൈസ്. അതിൻ്റെ മറ്റേ ഇത് നോക്കാൻ വേണ്ടി അടിച്ചാണ് ഗൈസ്. ഞാൻ ശവ്വല വെച്ചാൽ എത്ര പെർസെൻറ്റേജ് വളർന്ന് നോക്കാൻ വേണ്ടി അടിച്ചാണ്. അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലേ? പറ്റുമോ ഗൈസ്? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ശവ്വല വെച്ച് നോക്കാൻ പറ്റും. ഇത് പെർസെൻറ്റേജ് ശവ്വല വെച്ചാണ് നോക്കാൻ പറ്റുന്നത്. നോക്കാൻ പോയതും അത് ഞാൻ സ്ട്രോബെറി അങ്ങ് പറിച്ച് കളഞ്ഞു. നൈസ്, അമേസിങ്. ഞാൻ സ്ട്രോബെറി കൂടെ എടുത്ത് വിറ്റിട്ടുണ്ട് കേസ്. നമുക്ക് കുറച്ചും കൂടെ അങ്ങ് പറിക്കാം. കുറച്ചും കൂടെ സ്ട്രോബെറി അങ്ങ് പറിച്ചിട്ട് നമുക്ക് വിറ്റ് നമുക്ക് ടൊമാറ്റോ വാങ്ങാം. ലക്ഷ്യം നമുക്കിപ്പോൾ ടൊമാറ്റോ വാങ്ങാനാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. വലിയൊരു സ്ട്രോബെറി ഉണ്ട് കേസ് ഇവിടെ. ഒരു വലിയ സ്ട്രോബെറി, ഒരു ചക്ക കണക്കിരിക്കുന്ന സ്ട്രോബെറി. അതെനിക്ക് പറിക്കാൻ പറ്റുന്നില്ല ഇല്ലേ? ഇപ്പോൾ എങ്ങനെ പറിക്കുന്നേ? കിട്ടി കേസ്, കിട്ടി. ഞാൻ വലിയ സ്ട്രോബെറി പറിച്ചിട്ടുണ്ട് കേസ്. നല്ല വലിയ ചക്ക പറ്റിയ സ്ട്രോബെറി, ലൈക്ക് ചക്ക. നമുക്കിത് കൊണ്ട് സെല് ചെയ്യാം കേസ്. സെൽ കടക്കാരെ ഇത് എത്ര രൂപയായിരിക്കും? ഇതെല്ലാം കൂടെ വിൽക്കുമ്പോൾ എത്ര രൂപ തരും? നൈസ് കേസ്. 355 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കൊണ്ട് വയ്ക്കാം. വിൽക്കാനല്ലേ, നമുക്ക് ടൊമാറ്റോ വാങ്ങാം. നമ്മൾ ടൊമാറ്റോ വാങ്ങിച്ചിട്ടുണ്ട് കേസ്. നമ്മൾ ടൊമാറ്റോ നമുക്ക് കുറച്ച് ഗാജറും കൂടെ വാങ്ങിക്കാം. ഗാജർ നമ്മളിൽ ഒരു പൈസയില്ല, 0 നമ്മൾ ഗാജറൊക്കെ വാങ്ങിച്ച് നമ്മളിന്ന് വലിയ ഫാമൊക്കെ സെറ്റാക്കും കേസ്. ഇന്ന് നമ്മളൊരു 1000 സെൻറ്റിൻ്റെ സംഭവം വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എവിടെ കൊണ്ട് തണ്ടാം? ആദ്യം തന്നെ നമുക്ക് ടൊമാറ്റോ എടുത്ത് ഇവിടെ കൊണ്ട് നടക്കാം കേസ്. ഇവിടെ ബെഡ. ഓക്കെ, ഒരു ടൊമാറ്റോ കിട്ടിയുള്ളൂ. നമുക്കിനി ഗാജർ 2 ഉണ്ട്. ഗാജർ ഈ ഗാജറോട് നട്ടിട്ടുണ്ട്. നമുക്കിത് വളരാൻ വേണ്ടി നോക്കണം. ടൊമാറ്റോ നട്ടിട്ട് ഇനി കുറച്ച് നേരം ആകും കേസ്. ടൊമാറ്റോ ഒക്കെ വളരെ ഗാജർ പെട്ടെന്ന് വളർന്നു വരും കേസ്. ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് പകുതിയോളം വളർന്നതാണ്. അത് ഗാജറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദാറ്റ് ഈസ് ഗാജർ. ഓക്കെ. അച്ഛ നമുക്ക് ആദ്യം നമ്മൾ സ്ട്രോബെറി കുറച്ചും കൂടെ പറിക്കാം കേസ്. സ്ട്രോബെറി പറിച്ചോ. ഓക്കെ, ഇതൊക്കെ എല്ലാം പറിച്ചോ. പറിക്കാൻ പറ്റണ്ടില്ല ഇത്. ഇതിൻ്റെ നമുക്ക് എത്ര പെർസെൻറ്റേജ് വളരാൻ നോക്കാൻ പറ്റില്ല കേസ്. അതും പറ്റുന്നില്ല എനിക്ക് നോക്കിയിട്ട്. ഗാജർ പറിക്കില്ല കേസ്. ഇത് പറഞ്ഞു പോരാണല്ലേ. എന്തെങ്കിലും ആവട്ടെ. ഒന്നും കൂടെ പോയി കൊണ്ട് എല്ലാം സെല്ല് ചെയ്യാം കേസ്. സെല്ല് ചെയ്യാം. പൈസ മുझको कुछ पैसा चाहिए. पैसा दे दो. നത്തിങ് ടു ബയ്യോ. സോറി, ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി കൊടുക്കാം. $219 കിട്ടി കേസ്. ഡോളറല്ല, സെൻറ്റ്. നമുക്കിനി അടുത്ത വല്ലത് വാങ്ങാൻ പറ്റും നോക്കട്ടെ. നമുക്ക് സ്ട്രോബെറി തന്നെ വാങ്ങിച്ചല്ലോ കേസ്. നമ്മൾ ബ്ലൂബെറി വാങ്ങിയുള്ള പൈസ ഇല്ല. ബാക്കി പ്രത്യേകിച്ച് ഒന്നും റീസ്റ്റോക്ക് ഇല്ല. നമുക്ക് സ്ട്രോബെറി വാങ്ങിക്കാം കേസ്.
കുറച്ച് സ്ട്രോബെറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 2 സ്ട്രോബെറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ബാക്കി 119 സെൻറ്റ് ബാക്കിയുണ്ട് ഗൈസ്. സ്ട്രോബെറി ഇവിടെ നടാം ഗൈസ്. ഓക്കെ നമ്മൾ ഗാജർ പറിച്ച് നൈസ് അമേസിങ്. ഞാൻ എൻ്റെ പെർസെൻറ്റേജ് ഇത്ര വരുന്നതെന്ന് നോക്കാൻ പറ്റുമ്പോൾ പറിച്ചെടുത്തവൻ കൊള്ളാം. നമ്മൾ ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കാൻ പറ്റുമോ ടൊമാറ്റോയുടെ? അതെങ്ങനെ നോക്കണം? കിട്ടി 10% ഗ്രോൻ, 10% ടൊമാറ്റോ ഗ്രോനായി ഗൈസ്. നമ്മുടെ ഗാജറല്ല മറ്റേ ബ്ലൂബെറി പറിക്കണ്ട. ഇപ്പോൾ ഗൈസ് എൻ്റെ ഫോണിന് ചെറുതായിട്ട് ലാഗൊക്കെ ഉണ്ട് ഗൈസ്. എന്താണെന്ന് എനിക്ക് റോബ്ലോക്സ് പ്രത്യേകിച്ച് ഗ്രാഫിക്സിനും കളിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചെറുതായിട്ട് ലാഗൊക്കെ ആവുന്നുണ്ട്. സ്റ്റീലെ പ്രൈം റോഡിൽ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളത് ഇടുന്നതായിരിക്കും. അതിൽ ചെറുതായിട്ട് ലാഗൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ചെറിയ ഇടയ്ക്കിടെ ചെറുതായിട്ട് ലാഗ് ഉണ്ടെന്നുള്ളൂ. അതെങ്ങനെ മാറ്റണം നിങ്ങൾ പറഞ്ഞു തന്നാൽ എനിക്ക് വലിയ ഉപയോഗമായിരിക്കും. ഈ റോബ്ലോക്സ് ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങ് പറിച്ചിട്ട് കൊണ്ട് വിറ്റാലും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സംഭവങ്ങൾ വാങ്ങിച്ചു വയ്ക്കാമല്ലേ. കൂടിയ സാധനം വാങ്ങിക്കണം, കൂടുതൽ ബ്ലൂബെറിയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി വിൽക്കാം. പൈസ അതേതോ പൈസ യെല്ലോ 128 രൂപ തന്നു ഗൈസ്. 128 സെൻറ്റ് തന്നു ഗൈസ് അങ്ങേര്. ഇപ്പം നമ്മുടെ കയ്യിൽ 247 രൂപയേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇപ്പോൾ എന്തിനാക്കി ടൊമാറ്റോ വാങ്ങിയുള്ള പൈസ ഓറഞ്ച് ഉണ്ട് ഗൈസ്. നമുക്ക് ഓറഞ്ച് ഇപ്പോൾ വാങ്ങിക്കുള്ള പൈസ ഇല്ല തൽക്കാലം. 2500 രൂപയ്ക്കുള്ള സാധനമൊക്കെ ഉണ്ട് ഗൈസ്. വാട്ടർ മെലൺ താഴെയൊക്കെ അതിനൊക്കെ എത്രയോ ബില്യണോ വേണ്ടി വരും ഗൈസ്. ആ സീഡിനൊക്കെ നമ്മളിൽ ഇപ്പോൾ അത് വാങ്ങിക്കുള്ള പൈസയില്ല. അത് സീഡിൽ റീസ്റ്റോക്കും അല്ല ഗൈസ്. നമുക്കിപ്പോൾ എന്തിന് വാങ്ങിക്കാം? നമുക്ക് കുറച്ചും കൂടെ അങ്ങ് പറിച്ചങ്ങ് വിറ്റാൽ നമുക്ക് ടൊമാറ്റോ അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെ വാങ്ങിച്ച് വയ്ക്കാം. കുറച്ചും കൂടെ അങ്ങ് പറിച്ച് വയ്ക്കാം ഗൈസ്. ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട്. ഇത് ബ്ലൂബെറി പറിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ബ്ലൂബെറി സെൽ ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻ്ററി. $100 കിട്ടി. എനിക്ക് ഇത്ര പറഞ്ഞോളാ, ഞാൻ കണ്ടില്ല, പ്രത്യേകിച്ചും കണ്ടില്ല. എൻ്റെ പൈസ കിട്ടിയിട്ടുണ്ട്, അത് മതി. $100 കിട്ടും ഗൈസ്. ഒരു ബ്ലൂബെറി വയ്ക്കുമ്പോൾ നമുക്ക് ടൊമാറ്റോ എത്ര വലുതായി നോക്കട്ടെ ഗൈസ്. എത്ര പൈസ നമ്മുടെ ടൊമാറ്റോ വലുതായി. പക്ഷേ ടൊമാറ്റോ എപ്പോഴും കമ്പ് പോലെ തന്നെ ഇരിക്കുന്നു ഗൈസ്. 21% അതിൻ്റെ ഒരു കമ്പ് പോലെ തന്നെ ഇരിക്കുന്നത്. ഇതിൽ അതിൻ്റെ ഒരു ഇല പോലെ എനിക്ക് കാണാനില്ല. അമേസിങ്. ഇവിടെ വല്ലതും ഉണ്ടാ? ഇവിടെ കാരെന്തത് കാരത്? അപ്പോൾ ഗൈസ് ഇവർ സ്ട്രോബെറി ഉണ്ട് ഗൈസ്. സ്ട്രോബെറി നമുക്ക് ഇതെന്തിനാണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. എന്തൊരു സംഭവമാണ്. വലിയൊരു സംഭവമാണ്. ഇതൊരു സംഭവമാണ്. യാ അമേസിങ്. നമുക്ക് നമ്മുടെ ബേസിൽ തന്നെ പോകാം ഗൈസ്. നമ്മുടെ ഗാർഡൻ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ ഒക്കെ എത്ര വലുപ്പം ഉണ്ടായെന്ന് നോക്കണം ഗൈസ്. എത്രയായി ടൊമാറ്റോക്ക് ഇതിനാ ഹോകയാ? 25% ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിനായിട്ട് ഒരു ഇല പോലെ അതിൽ കാണാനില്ല ഗൈസ്. 25% ഒരു ഇല പോലും കാണാനില്ല. കമ്പ് പോലെ തന്നെ ഇരിക്കുന്നത്. കുറച്ചും കൂടെ എടുത്ത് നമുക്ക് വിൽക്കാം ഗൈസ്. നമ്മുടെ ബ്ലൂബെറി അല്ലേ ഇത് സ്ട്രോബെറിയാണ്. നമുക്ക് സ്ട്രോബെറി വിൽക്കാം ഗൈസ്. സ്ട്രോബെറി കുറച്ച് ബ്ലൂബെറി പറിക്കാം. ഓക്കെ, നമുക്കിനി പോയി വിൽക്കാം ഗൈസ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറിക്കണോ? ഇതിന് എത്ര പെർസെൻറ്റേജ് വലുതായി നോക്കാം. ഇത് സ്ട്രോബെറിക്ക് എനിക്ക് നോക്കാൻ പറ്റില്ല ഗൈസ് എത്ര പെർസെൻറ്റേജ് വലുതായെന്ന്. നമുക്ക് ഇതൊക്കെ കൊണ്ട് വിൽക്കാം ഗൈസ്. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻ്ററി. ഓക്കെ, നല്ല പൈസ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കാരും ലൈക്ക് തന്നു ഗൈസ്. ആരാ നിൽക്കുന്നത്? ഹൂസ് ലൈക്ക് മീ? ഈ പെണ്ണുമ്പോൾ എനിക്ക് ലൈക്ക് തന്നു ഗൈസ്. നൈസ്, താങ്ക് യു. നമുക്ക് നമ്മുടെ ആദ്യത്തെ ലൈക്കാണ് ഗൈസ് കിട്ടുന്നത്. ഞാൻ തുടങ്ങിയിട്ട് ഗ്രോയി കാർഡ് തുടങ്ങിയിട്ട് ഒരു ദിവസം പോലെ ആയിട്ടില്ല ഗൈസ്. അപ്പോൾ അത് നമുക്കൊരു ലൈക്ക് കിട്ടിയിട്ട് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. നമുക്ക് ഇനി വേറെ വല്ല സീഡ് റീസ്റ്റോക്ക് ആയി നോക്കട്ടെ ഗൈസ്. ഞാൻ ഇപ്പോൾ എന്തോന്ന് വാങ്ങി. നമുക്കിനി ബ്ലൂബെറി തന്നെ വാങ്ങിച്ചാലേ. ബ്ലൂബെറി വാങ്ങിയ പൈസയില്ല. നമുക്ക് സ്ട്രോബെറി വാങ്ങിക്കണം. ചുവന്ന കളർ സ്ട്രോബെറി, പിന്നെ സ്ട്രോബെറി മഞ്ഞ കളറിലിരിക്കും. എന്തൊക്കെയുണ്ട് ഞാൻ പറയണത്. നമുക്ക് എൻ്റെ ടൊമാറ്റോ എത്ര പെർസെൻറ്റേജ് വലുതായി നോക്കട്ടെ. എത്രയായി? ഈ 32% വലുതായി കേസ് നമ്മുടെ സ്ട്രോബെറി നമ്മുടെ ടൊമാറ്റോ കുറച്ച് നമുക്ക് പറിച്ചെടുത്ത് വിൽക്കാം കേസ്. നമുക്ക് സ്ട്രോബെറി കുറച്ചെടുത്ത് പറിച്ച് വിൽക്കാം. ഓക്കെ, സെൽ നമുക്ക് ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻ്ററി. ഓക്കെ, പ്രത്യേകിച്ച് പൈസ അത് കിട്ടുന്നുണ്ട് കേസ്. നമുക്ക് ബ്ലൂബെറി വാങ്ങിച്ചാലേ. ബ്ലൂബെറി അല്ലെ സ്ട്രോബെറി വാങ്ങിക്കണം. നമുക്ക് കുറച്ച് ഇത് വാങ്ങിക്കാം കേസ്. നമ്മുടെ ക്യാരറ്റ്, ഗാജർ ഇത് വേണ്ട, എനിക്കിതൊന്നും വേണ്ട.
ഞാനൊരു ബ്ലൂബെറി വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഗാജർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. കുറച്ച് 2 ഗാജർ. ബ്ലൂബെറി അല്ലേ, നമുക്ക് ആദ്യം തന്നെ ഗാജർ തരണം. ഗാജർ ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്. ഓക്കെ, നമുക്ക് ബ്ലൂബെറി എടുക്കണം. ബ്ലൂബെറി നമുക്ക് അവിടെ വയ്ക്കാം. ബ്ലൂബെറി നമുക്ക് ഈ ബ്ലൂബെറിയുടെ കൂട്ടത്തിൽ തന്നെ വയ്ക്കാം ഗൈസ്. നമുക്ക് അതിനൊരു കൂട്ടായിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം ഒരു ബ്ലൂബെറി. ഓക്കെ, നമ്മുടെ ബേസ് നമ്മുടെ ഗാർഡൻ ഇപ്പോൾ ആവശ്യത്തിന് നല്ലോണം സെറ്റപ്പൊക്കെ ആയി വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ സ്ട്രോബെറി, നമ്മുടെ ടൊമാറ്റോ എത്ര വലുപ്പം ഉണ്ടായിരുന്നു നോക്കട്ടെ. ടൊമാറ്റോ നീളം കൂടി പോകണമല്ല, മറ്റേ ഇലയൊന്നും എനിക്ക് കാണാനില്ല ഗൈസ്. നൈസ്, അമേസിങ്, ഫണ്ടാസ്റ്റിക്, മാർവലസ്. കുറച്ചും കൂടെ ഒന്ന് പറിച്ചെടുത്ത് നമുക്ക് വിൽക്കാം ഗൈസ്. ഐ വാണ്ട് മോർ ക്യാഷ് ടു ബൈ ഈ സീഡ് ഫോർ ഗാർഡൻ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ഇതെടുത്ത് വിൽക്കാം ഗൈസ്. നമ്മുടെ 25 സെൻറ്റ് പൈസ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ വിറ്റ് എത്ര രൂപ കിട്ടും? ഓ മൈ ഗോഡ്, പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടിയില്ല. നമുക്ക് ഈ 108 സെൻറ്റ് വെച്ചിന് എന്തെന്ന് വാങ്ങിക്കും? നമുക്ക് സ്ട്രോബെറി വാങ്ങാം ഗൈസ്. ഒരു സ്ട്രോബെറി വാങ്ങാം. പിന്നെ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ? നമ്മുടെ താഴോട്ടുള്ളത് നമുക്ക് വാങ്ങിക്കാൻ പൈസ ആണല്ലേ. നമുക്ക് ഇനി കുറച്ച് ഗാജറും കൂടെ വാങ്ങിക്കാം. ഗാജർ ഒരു ഗാജർ. ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ആദ്യമേ വന്നപ്പോൾ ഗാജർ വാങ്ങിച്ചാണ് കൂട്ടിയത്. ഗാജർ പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. ഇതിൽ പൈസയില്ല ഗൈസ്. നമ്മൾ വന്നപ്പോൾ തന്നെ പിച്ചച്ചട്ടി വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിനി ഈ ഗാജർ അവിടെ കൊണ്ടുവയ്ക്കും. ഗാജർ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പറിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ വിറ്റ് വേറെ എന്തെങ്കിലും വാങ്ങിച്ചാലേ. നമുക്ക് ഗാജർ കൊണ്ടുവന്നൊന്നും നടണ്ടേ. ഇത് എന്തിനാ പണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ എത്ര പെർസെൻറ്റേജ് വലുതായിരുന്നൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. അതാണ് ഇത്ര നേരം കൊണ്ട് നോക്കിയിട്ടൊക്കെ ഒന്നും കാണാൻ പറ്റില്ല. എനിക്ക് പറ്റിയ ഈ ടൊമാറ്റോയുടെ മാത്രം കാണാൻ പറ്റുന്നുണ്ട്. ടൊമാറ്റോയ്ക്ക് ആദ്യമായിട്ട് ഒരു ഇല വന്നു ഗൈസ്. ഒരു ഇല കണ്ടു ഗൈസ്. ഞങ്ങൾക്ക് ടൊമാറ്റോയ്ക്ക് ഒരു ഇല മാത്രം വന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോയ്ക്ക് ഒരു ഇല വന്നു. നമുക്കിനി ഗാജറൊക്കെ കൊണ്ട് നടക്കാം ഗൈസ്. ഗാജർ ഇതിൻ്റെ ഒന്നും എനിക്ക് പെർസെൻറ്റേജ് നോക്കാൻ പറ്റുന്നില്ല എത്ര വലുതായിരുന്നു. ഇതൊക്കെ നോക്കാൻ പറ്റില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഞാൻ നക്കിയിട്ട് എനിക്ക് കാണാനില്ല. നമുക്ക് ഒരു ഗാജർ വല്ലതും നടണ്ടേ. ഞാൻ മണിക്കൂറുണ്ട് നോക്കുകയാണ് ഇത് എത്ര പെർസെൻറ്റേജ് വലുതായിരുന്നു. കാണാൻ പോലും പറ്റില്ല. ഇന്ന് പോയാണ് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി വല്ല സെല്ല് ചെയ്യാൻ പറ്റും നമുക്ക്. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻട്രി. സെൽ ഗൈസ്. ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു $180 ഉണ്ട് ഗൈസ്. നമുക്കെന്താ ഒരു സ്ട്രോബെറി വാങ്ങാം. 2 സ്ട്രോബെറി വാങ്ങിച്ചേക്കാം. എന്നിട്ട് നമുക്ക് അപ്പോൾ ഗൈസ് ഞാൻ 3 സ്ട്രോബെറിയും 1 ഗാജറും വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഗാജർ. നമുക്കിനി ഗാജർ കൊണ്ട് വിൽക്കാൻ നമുക്കൊണ്ട് നടണ്ടേ. നമ്മൾ ആദ്യം ഗാജർ എടുക്കുന്നു. ഇത് ഗാജറല്ലേ ഗൈസ്? ഗാജർ. സ്ട്രോബെറി ഗൈസ്. ഇത് നമ്മൾ ഗൈസ് നമുക്കൊരു കൂട്ടുകാരെ കിട്ടി. വല്ലവരും ഗിഫ്റ്റ് ചെയ്തല്ലേ ഗൈസ്? നമുക്ക് അവന് ഗിഫ്റ്റ് ചെയ്യാം ഗൈസ്. ഈ സ്ട്രോബെറി നമുക്ക് അവന് ഗിഫ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ് സെൻഡ് റിക്വസ്റ്റ്. അവന് ഗാജർ നമുക്ക് കൊടുക്കാം ഗൈസ്. അവന് ഗാജർ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗാജർ ഫ്രീ ആയിട്ട് നമ്മളൊരു ഗാജറല്ലേ ഗൈസ്? സ്ട്രോബെറി നമ്മൾ അവന് ഫ്രീ ആയി കൊടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്കുണ്ടോ? നിന്നെ വെച്ചോടാ. നീ എന്നെ വെച്ചോ. അവൻ്റെ തന്നെ ഇരിക്കട്ടെ. ഗാജർ നിൻ്റെ വായിക്കട്ട് ഗാജർ എന്നേ വരണുള്ളൂ. നമുക്ക് സ്ട്രോബെറി അവനെ ഗൈസ്. സ്ട്രോബെറി ഞാൻ കൊടുത്തതാണ്. സ്ട്രോബെറി വെച്ചിരിക്കട്ടെ. ഇനി നമുക്കിനി പ്രത്യേകിച്ചൊന്നും നടാനൊക്കെ ഉണ്ട്. നടാനൊന്നും ഇല്ല ഗൈസ്. നമ്മളെല്ലാം നട്ട് കഴിഞ്ഞില്ലേ. നമ്മുടെ ടൊമാറ്റോ എത്ര വരുന്നത് നോക്കട്ടെ ഗൈസ്. നമ്മുടെ ടൊമാറ്റോ അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ടൊമാറ്റോ 58% ആയിട്ടുണ്ട്. അതിന് 2-3 ഇല വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ടൊമാറ്റോയ്ക്ക് 2-3 ഇല ഞാൻ കണ്ടു. 58% എങ്ങനെയൊക്കെയോ ആയി ഗൈസ്. ഇതിൻ്റെ പെർസെൻറ്റേജ് ഒന്നും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്ക് ഇതിൻ്റെയൊക്കെ അങ്ങനെ നോക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് പറഞ്ഞു തന്നാണ് ഗൈസ്. ബ്ലൂബെറിയുടെ സ്ട്രോബെറിയുടെ നമ്മുടെ ബ്ലൂബെറീൻ്റെ താഴെ എന്തൊരു മഞ്ഞ കളർ ബ്ലൂബെറി. അതിനകത്ത് സാധനം ഇതിപ്പോൾ എങ്ങനെ പറിക്കണത്? അത് നമ്മൾ കിട്ടി ഗൈസ്. കിട്ടി ബാഡ്ജ് അവാർഡ്. GSN വോണ്ട്. എനിക്ക് അവാർഡ് കിട്ടിയ എന്തൊക്കെയോ എന്താ താഴെ പോയില്ലേ? ഇതെന്തിരി എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. കൊണ്ട് ഇതൊക്കെ വിൽക്കട്ടെ. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻട്രി. സെൽ
want to sell my inventory. 903 സെൻറ്റോ ഗൈസ്, നമുക്ക് 903 സെൻറ്റ് കിട്ടി ഗൈസ്. നമുക്ക് ടൊമാറ്റോ ഒന്നും കൂടെ വാങ്ങാൻ വേണമെങ്കിൽ ആപ്പിള് അതൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ല ഗൈസ്. ഒരു ടൊമാറ്റോ ഒന്നും കൂടെ വാങ്ങിച്ചേക്കാം. ഒരു ടൊമാറ്റോ കൂടെ വാങ്ങിക്കാം. ഒരു ടൊമാറ്റോ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ടൊമാറ്റോ വാങ്ങി വേറെ എന്തെങ്കിലും വാങ്ങിക്കണം. വേണ്ട നമുക്ക് പോവാം. ഒരു ടൊമാറ്റോനെ ധാരാളം. നമുക്കിനി ടൊമാറ്റോയുടെ വേറെ ഒരു കൂട്ടിന് വേറൊരു ടൊമാറ്റോ കൊണ്ടുവന്നിട്ടുണ്ട്. നീ പഠിക്കേണ്ട ടൊമാറ്റോ നിനക്ക് കൂട്ടിന് വേറൊരു ടൊമാറ്റോ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോയ്ക്ക് 3-4 ഇലയൊക്കെ വന്നു കേസ്. നൈസ്. പക്ഷേ ടൊമാറ്റോയ്ക്ക് ഇല വരണമല്ലാതെ ഞാൻ പ്രത്യേകിച്ച് കായൊന്നും കാണാനില്ല കേസ് എനിക്ക് ടൊമാറ്റോയിൽ. നമ്മൾ ഈ കായ് വരണ പോലെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മുടെ ടൊമാറ്റോയ്ക്ക് എപ്പോൾ കായ് വരും, കായ് വന്നിട്ട് നമുക്ക് വിൽക്കുമ്പോൾ എത്ര പൈസ കിട്ടും, എല്ലാമേ ഒരു മിസ്റ്റീരിയസ് മാതിരി. നൈസ്. അത് ഞാൻ പറിച്ച് കളഞ്ഞല്ലേ. കുറച്ചും കൂടെ അങ്ങ് പറിച്ചേക്കാം. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പറിച്ച് നമുക്ക് കുറച്ചും കൂടെ പൈസ കളക്ട് ചെയ്ത് വല്ല എന്തെങ്കിലും വാങ്ങാം. 213 സെൻറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിലുള്ളൂ. നമുക്കിത് ഡോളർ തന്നെ പറയണം കേസ്. അല്ല, സെൻറ്റ് എന്ന് പറയുന്നത് ഡോളർ തന്നെ പറയണം. തൽക്കാലം സെൻറ്റ് തന്നെ പറയാമല്ലേ. നമ്മുടെ മറ്റേ കൂട്ടുകാർ നമ്മൾ ഫ്രീ ആയി ഗിഫ്റ്റ് കൊടുത്തിട്ട് അവൻ കൊണ്ട് വിറ്റാണ് കേസ്. അത് എനിക്ക് ഈ ഗാജർ പറിക്കണ്ട, സ്ട്രോബെറി കുറച്ചുകൂടെ ഒക്കെ പറിച്ചേക്കാം, നമുക്ക് കൊണ്ട് വിൽക്കാം. നമ്മൾ ക്യാരറ്റ് ഒരെണ്ണം നേരത്തെ കൈയിട്ട് പറിച്ചു വന്നില്ല, അറിയാതെ കൈയൊന്ന് കയറിക്കൊണ്ട് പറഞ്ഞു വന്നതാണ്. കൊണ്ട് സെൽമ ഇൻവെൻട്രി $407. 407 സെൻറ്റ്. കുഴപ്പമില്ല, നോട്ട് ബാഡ്. നമ്മളിലിപ്പോൾ 620 സെൻറ്റ് ആയിട്ടുണ്ട് കേസ്. നമുക്ക് അടുത്ത പ്രത്യേകിച്ച് വല്ല വാങ്ങിക്കാൻ പറ്റും നോക്കണം. ഇതെന്തൊരു ചക്കേ, ഇത്ര വലിയ സ്ട്രോബെറി കേസ്. 1.16 kg സ്ട്രോബെറി. ഇതൊക്കെ പെട്ടെന്ന് ഇത്ര വലുതായ എന്തോ. നമ്മൾ ആദ്യമായിട്ട് 1 kg ഒരു ഫ്രൂട്ടല്ല 1 kg, പിന്നെ സ്ട്രോബെറി ഫ്രൂട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് 1 kg ഉള്ളൊരു സാധനമാണ് കേസ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത്. നമുക്കിത് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. 390 കിട്ടുകയുള്ളൂ. നോട്ട് ബാഡ്. അതിലും നമുക്ക് $1000 ആയിട്ടുണ്ട്, 1000 സെൻറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ 78% വലുതായി കേസ്. ഇപ്പോൾ വെച്ചൊരു ചെറിയൊരു ടൊമാറ്റോ ഉണ്ടല്ലോ, ഇപ്പോൾ വെച്ച ടൊമാറ്റോ അതുകൊണ്ട് ചെറിയ പൊട്ടണൊക്കെ ഇരിക്കുന്നു. അതെനിക്കിപ്പോൾ തൽക്കാലം നോക്കാൻ പറ്റില്ല പെർസെൻറ്റേജ്. നമുക്ക് ബ്ലൂബെറി കുറച്ച് കൊണ്ടൊക്കെ പറിക്കാം കേസ്. നമുക്കിന്ന് കൊണ്ടുപോയി വയ്ക്കാം. നമ്മൾ മറ്റേ നേരത്തെ ഗിഫ്റ്റ് കൊടുത്തവൻ്റെ ഫ്രീ ആയിട്ട് കൊടുത്തവൻ ഇപ്പോഴും ഉണ്ട് അവിടെ. നമുക്കിത് ഇപ്പോൾ കൊണ്ട് കൊടുത്തേക്കാം. നമുക്കിത് വിറ്റേക്കാം, വയ്ക്കാം. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി, നത്തിങ് ടു ബൈ. അതല്ല, എനിക്കിതെല്ലാം അറിയാൻ പറ്റില്ല. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി. ഓക്കെ, പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ മതി ഗൈസ്, ധാരാളം. നമുക്കൊരു കുറച്ചും കൂടെ അടുത്ത് വിറ്റാലോ. കുറച്ചും കൂടെ അടുത്ത് വിൽക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയൊരു ഇത് എന്ന് വെച്ചാൽ നമ്മളിത്ര നട്ടയില്ലേ, കുറച്ചുകൂടെ വലുതായിരിക്കും. നമുക്ക് വലുതൊക്കെ വയ്ക്കുമ്പോൾ കൂടുതൽ പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ നമ്മുടെ ടൊമാറ്റോ 62% ഗൈസ്. 62, 72, കുറച്ച് 82 പെട്ടെന്ന് കണ്ടില്ല ഞാൻ. അപ്പോൾ ഇവിടെ വേറെ ഏതൊരു തന്നെ കാർഡാണ് കേസ്. നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേസ്. ഒരുത്തൻ്റെ കാർഡിന് ഇവനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് കേസ്. അവന് നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതെടുക്കാൻ പറ്റില്ല കേസ്. നെയ്സിന് അവൻ്റെ സാറ്റ് കളക്ട് ചെയ്ത് കൊണ്ട് വിൽക്കാൻ പറ്റുമെന്ന് നോക്കിയത്, പക്ഷേ അതെടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ റോബക്സ് കൊടുക്കണം. നമുക്ക് ഇനി പ്രത്യേകിച്ച് വല്ലതും അവിടെ മറ്റേ ഇവിടെ പോയി നോക്കാം. നമ്മുടെ ഗാർഡൻ വേറെ എന്തൊരു സംഭവമുണ്ട് കേസ്, പച്ച കളർ ഷോപ്പ്. എന്തെങ്കിലും ആവട്ടെ. നമുക്കിനി നമ്മുടെ ഗാർഡനിലോട്ട് പോയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ 87% കേസ് നമ്മുടെ ടൊമാറ്റോ 87%. ഇതിൻ്റെയൊക്കെ ശതമാനം നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ഇതിൻ്റെ സ്ട്രോബെറിയുടെ നമുക്ക് കുറച്ചൊക്കെ എടുത്ത് വിൽക്കാം കേസ്. കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഇനി കൊണ്ടുപോയി വിൽക്കാം, ഇത് പൈസ ഉണ്ടാക്കാം. ദിസ് ഈസ് ബിസിനസ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേസ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ സ്ട്രോബെറി വെച്ച് നമ്മൾ പൈസ ഉണ്ടാക്കും. ദാറ്റ് ഈസ് എ ബ്രില്യൻസ്. നമ്മളിന്ന് പൈസ ഉണ്ടാക്കി ലക്ഷപ്രഭു ഒന്നാവില്ലെങ്കിൽ ഇത് നമുക്കൊരു 2000 പ്രഭു. ലക്ഷപ്രഭു അല്ല, നമുക്ക് 2000 പ്രഭുവാകും ഗൈസ്. നമുക്കിപ്പോൾ തന്നെ $1417 നമുക്ക് വല്ല പ്രത്യേകിച്ച് വല്ല വാങ്ങിക്കേണ്ടത് റീസ്റ്റോക്ക് വല്ല ഇല്ല ഗൈസ്. ഇതിനൊക്കെ നല്ല പൈസ കൊടുക്കണം. ഇത് റീസ്റ്റോക്ക് പോലും ആയിട്ടില്ല. എന്തായാലും നല്ല പൈസ വേണ്ട. നമുക്കൊരു ടൊമാറ്റോ കൂടെ വാങ്ങിക്കണം. വേണ്ട പൈസ കൂട്ടിച്ച് നമുക്ക് കൂടുതൽ 2000-ൻ്റെതോ
1000 നമുക്ക് അത്ര സെൻറ്റിൻ്റെയൊക്കെ നമുക്ക് വിൽക്കാം. 32% ഈസിട്ടത്. വലുത് എത്ര ശതമാനമായി? വലുത് ഇത്രയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ അങ്ങ് പറിച്ചാലോ. കുറച്ചും കൂടെ നമുക്ക് സ്ട്രോബെറി പറിച്ചങ്ങ് വിൽക്കാം ഗൈസ്. ഇനി നമുക്ക് മാക്സിമം പൈസ ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ പൈസ കൊണ്ട് വല്ല കൂടിയ ഒറ്റ സംഭവങ്ങൾ വാങ്ങിക്കണം. കൂടിയ സീഡൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇവിടെ ഇട്ടിട്ട് നമുക്ക് മറ്റേ ചിലവന്മാരിപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒരുമാതിരി ബാമ്പൂ ഡിസ്കോ പാർട്ടിക്കകത്തിരിക്കുന്നത് മൊത്തം അവിടെ ഒരു മഞ്ഞ കളർ ബാമ്പൂ, ഇവിടെ പർപ്പിൾ കളർ ബാമ്പൂ, പിന്നെ പല പല കളർ ബാമ്പൂസ് അങ്ങനെയൊക്കെ എനിക്കത്. പിന്നെ മറ്റേ അതിൻ്റെ ബെഡെന്ന് അതിന് എന്തൊരു ബെഡെന്ന് അതിൻ്റെ പേര് ഫയർ ബെഡ് ഉണ്ടെന്നൊക്കെ പേരുള്ളൊരു വലിയ പൂവൊക്കെ ഉണ്ട് കേസ്. ബേണിങ് ബെഡ് ആ സംഭവം തന്നെ. ആ പണ്ടാരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നല്ല പൈസയാണ്. തൽക്കാലം നമ്മളെല്ലാം അത് വാങ്ങിക്കാനുള്ള പൈസകളൊന്നുമില്ല കേസ്. നമുക്കിപ്പോൾ നമുക്കൊന്നുകൂടെ ഒക്കെ സെല്ല് ചെയ്യാം. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി. അപ്പോൾ കേസ് ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി. പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ പൈസ വെച്ചൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം കേസ്. നമുക്ക് വലിയ ഇപ്പോൾ തന്നെ നമ്മുടെ 1810 സെൻറ്റായി ഗൈസ്. നമുക്ക് പ്രത്യേകിച്ച് വല്ല ടൊമാറ്റോ വാങ്ങാൻ പറ്റും. പക്ഷേ ടൊമാറ്റോൻ്റെ 2 ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ടൊമാറ്റോ വാങ്ങുന്നില്ല, പിന്നെ ഒന്നും വാങ്ങുന്നില്ല ഗൈസ്. നമുക്ക് ഇനി 1000-ൻ്റെ 2000-ൻ്റെ എല്ലാം ബുക്കണം. ഇതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. നമുക്കിനി പ്രത്യേകിച്ച് ടൊമാറ്റോ എത്ര വലുതാണ് നോക്കട്ടെ. എൻ്റെ വലിയ ടൊമാറ്റോ എത്രയും കുറച്ചും കൂടെ വലിയ ഇലയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എന്താ കുറച്ചും കൂടെ ആദ്യമൊക്കെ നോക്കുമ്പോൾ ചെറിയ കമ്പണക്കാരി നിന്ന്, അപ്പോൾ കുറച്ച് ഇലയൊക്കെ വന്നു ഗൈസ്. കുറച്ചും കൂടെ സ്ട്രോബെറി എടുത്ത് വയ്ക്കാം. ബ്ലൂബെറിയും കുറച്ചെടുത്ത് വയ്ക്കാം. ബ്ലൂബെറി പറയ്. ഓക്കെ, നമ്മളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കൊണ്ട് ഇതെല്ലാം കൊണ്ട് വയ്ക്കാം ഗൈസ്. ഇതെല്ലാം കൊണ്ട് വയ്ക്കാം. എത്ര രൂപ കിട്ടും? ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി. 262 സെൻറ്റേ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് 2000 നമുക്കിപ്പോൾ 2072 സെൻറ്റായി കേസ് പൈസ. കുറച്ചും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം. കുറച്ചും കൊണ്ട് ബ്ലൂബെറി ഇതെന്തായാലും ഇടയ്ക്കിടയ്ക്ക് ടൈമറായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞാൽ അത് എന്തിനാന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ എന്തിനാന്ന് പറഞ്ഞു തരണം കേസ്. അത് മറ്റേ നമ്മുടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെ വല്ല പ്രത്യേകിച്ച് വല്ലതും ആ ബ്ലൂബെറിക്ക് വല്ലതും പറ്റിയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ കമൻറ്റ് പറയാം കേസ്. അത് എന്തിനാണ് സംഭവം എനിക്കത് മനസ്സിലായില്ല. നമുക്ക് ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി. എത്ര $? $122. നോട്ട് ബാഡ്. നമ്മുടെ മറ്റേ കൂട്ടുകാരെ നമ്മൾ ഗിഫ്റ്റായി കൊടുത്തവൻ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊക്കെ കൊണ്ട് വിൽക്കണ്ടേ ഗൈസ്. നമ്മുടെ ടൊമാറ്റോയിൽ മറ്റേ ഇത് വന്ന് കായ് വന്ന് അവരെ ഫൈനലി കുറേ നേരങ്ങൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ടൊമാറ്റോയ്ക്ക് ഒരു കായ് വന്നു ഗൈസ്. താഴെ എന്തിട്ട് കിടക്കണത്? മറ്റേ എഴുത്തായിരുന്നു. ഞാൻ വേറെ എന്തൊക്കെ കിടക്കും. നമുക്ക് വല്ല പലത് പറിച്ച് വിൽക്കാനുണ്ടോ? നമുക്ക് കുറച്ച് ബ്ലൂബെറിയൊക്കെ എടുത്ത് വിൽക്കാം ഗൈസ്. കുറച്ച് ബ്ലൂബെറി എടുത്ത് പറിച്ച് വിൽക്കാം. കുറച്ച് സ്ട്രോബെറി കൂടെ എടുത്തല്ലേ? കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാം കൊണ്ട് വിൽക്കുമ്പോൾ എത്ര പൈസ കിട്ടുമെന്ന് നീ നോക്കണം. നമുക്ക് മറ്റേ ആ ടൊമാറ്റോയുടെ മറ്റേ ആ കായ് വയ്ക്കുമ്പോൾ എത്ര പൈസ കിട്ടുമെന്ന് നോക്കണം കേസ്. നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് എത്ര പൈസ കിട്ടും നമുക്ക് നോക്കാം കേസ്. നമുക്ക് അതുകൊണ്ട് സെല്ല് ചെയ്യാം. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി. ഇത് ഓക്കെ കിട്ടി. ആവശ്യം $200 കിട്ടി ഗൈസ്. നൈസ്. ഇപ്പോൾ നമ്മൾ $2441 ഗൈസ്. നമുക്ക് ഇത് താഴെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. നമുക്ക് വാങ്ങിക്കാം. നമ്മളെക്കാട്ടി കുറച്ചും കൂടെ പൈസ കൂടുതലാണ് ഗൈസ്. 2500 സെൻറ്റിൻ്റെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2500 സെൻറ്റിന് എടുക്കില്ല. 2 കായ് വന്നു ഗൈസ് നമ്മുടെ ഇതിന്. തക്കാളിക്ക് ടൊമാറ്റോയ്ക്ക് 2 കായ് വന്നു. 2 ടൊമാറ്റോ വന്നു. ടൊമാറ്റോയ്ക്ക് 2 ടൊമാറ്റോ വന്നു. 2 കായ് അമേസിങ്. കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ എടുത്ത് വയ്ക്കാം. ചിലപ്പോൾ നമുക്ക് അടുത്തതിൽ പറ്റി ഇത് 500 ആക്കാൻ പറ്റിയെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിൽ പിന്നെ ഇത് വയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പൈസ കിട്ടും കേസ്. കിട്ടി കേസ് നല്ല പൈസ കിട്ടും. നമുക്കിനി 2000-ൻ്റെ ഒക്കെ ഒരു സംഭവം വാങ്ങി. നമുക്ക് 2000-ൻ്റെ ഒരു 2500-ൻ്റെ മറ്റേ സീഡ് വാങ്ങിക്കാം കേസ്. നമുക്ക് 2500 താഴോട്ട് റീസ്റ്റോക്ക് അല്ല കേസ്. നമുക്കിപ്പോൾ തൽക്കാലം റീസ്റ്റോക്ക് അല്ല, സ്റ്റോക്ക് നമുക്ക് ഭാഗ്യമില്ല കേസ്. നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണല്ലോ വലുത്. നമുക്ക് പണ്ടേ ഫ്രീ ഫയറിലായാലും എന്ത് പണ്ടാരത്തിലായാലും ഭാഗ്യം എന്നുള്ള സംഭവം എൻ്റെ അടുത്തു കൂടെ പോയിട്ടില്ല. അതെൻ്റെ ഒരു ഗുണമാണ്. എന്തായാലും നമുക്ക് ഒന്നും കൂടെ നമുക്ക് കിട്ടിയതെല്ലാം കൂടെ വിൽക്കാം. കുറച്ചുകൂടെ സ്ട്രോബെറി എടുത്ത് പറിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ വിൽക്കാം. ഓക്കെ, ആവശ്യത്തിന് പൈസ മേടിച്ചിട്ടുണ്ട്. 2736 സെൻറ്റായി ഗൈസ്. നൈസ്. ഇതുവരെ നമുക്ക് മറ്റേ ഇത് കളിക്കാറുണ്ട് ഗൈസ്. നമ്മുടെ സ്റ്റീലിയ ബ്രെയിൻ റൂട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക.
വേണമെങ്കിൽ ഞാൻ പ്രത്യേകം അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ റോബ്ലോക്സിനായിട്ട് പ്രത്യേകിച്ച് ചാനൽ ഉണ്ടാക്കണത് പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ തൽക്കാലം നമുക്ക് ഈ ചാനലൊക്കെ തന്നെ പോകാം കേസ്. ഈ ചാനൽ തന്നെ നമുക്ക് ഇട്ടിട്ട് പോവാം കേസ്. കൊടുങ്കാറ്റ് കേസ് പറഞ്ഞാൽ കൊടുങ്കാറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും കേസ്. എൻ്റെ പവറുണ്ട്, ശക്തിയുണ്ട്. എന്നെ കൊടുങ്കാറ്റ് കൊണ്ട് പൊക്കിക്കൊണ്ട് പോകില്ല. എന്താ ശക്തിയാണ് എൻ്റെ കൊടുങ്കാറ്റിൻ്റെ ബേസിൽ. ഇത് പൂനൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്തോ. പൊട അവിടെ വേറെ എവിടെയും പോകും നീ. എൻ്റെ കായിനെ മറ്റേ ടൊമാറ്റോനൊക്കെ പറിച്ചിക്കൊണ്ട് പോകണമെങ്കില്ല. അങ്ങനെ ഞാനിത് പ്രത്യേകിച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് എത്ര സമയങ്ങളൊന്നും ഇല്ല കേസ്. അതുകൊണ്ട് എനിക്കത് പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല അറിയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരിക. വല്ല ടിപ്സ് നിങ്ങൾക്ക് വല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എനിക്ക് പറഞ്ഞു തരിക. മാക്സിമം പറഞ്ഞൊക്കെ തരാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ നല്ല വീഡിയോസൊക്കെ പിന്നെയൊക്കെ പറ്റാൻ നമുക്ക് അപ്ലോഡ് ചെയ്യാം. റോബ്ലോക്സ് അപ്ലോഡ് ചെയ്യാം, നമുക്ക് തന്നെ ഫ്രീ ഫയർ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. എനിക്ക് പറ്റുന്നതൊക്കെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഫോണിൻ്റെ സ്റ്റോറേജ് കണക്കിരിക്കും കേസ്. പിന്നെ ഫോണിൻ്റെ സ്റ്റോറേജ് ഏകദേശം തീരാനായി. നമുക്കിനി ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്, സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നമുക്കിനി ഇതൊക്കെ സെല്ല് ചെയ്യാം കേസ്. നമുക്ക് കുറച്ചും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ട്വൈസ് സ്ട്രോബെറി എന്ന് വെച്ചാൽ എന്തിനാണ്? മറ്റേ 2 സ്ട്രോബെറി കൂടെ ഒരുമിച്ചിരിക്കും ട്വൈസ് സ്ട്രോബെറി ആയിരിക്കും. നമ്മൾ $3000 റേറ്റുണ്ട് കേസ് നമ്മുടെ കയ്യിൽ. നമുക്ക് ഈ ഒരു ടൊമാറ്റോ അതാ കേസ്. നമുക്ക് വാട്ടർ മെലോൺ സീഡ് കേസ്. ഞാൻ ഒരു വാട്ടർ മെലോൻ്റെ സീഡ് വാങ്ങിച്ചിട്ടുണ്ട് കേസ്. നമുക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വാങ്ങിക്കാം. അവിടെ താഴെ നമുക്ക് ഓറഞ്ച് ഉണ്ട് കേസ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂബെറി വാങ്ങാൻ വേണ്ട. നമുക്ക് ഒന്ന് വാങ്ങിക്കണ്ട കേസ്. അത് ഈ പൈസ കിടക്കാതെ നമുക്ക് ബാക്കി എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ബാക്കിയല്ല പറഞ്ഞാൽ നമുക്ക് അതൊക്കെ വാങ്ങിക്കാമല്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ 555 സെൻറ്റ് കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. നമുക്ക് തണ്ണിമത്തൻ അവിടെ കൊണ്ട് നടാം കേസ്. തണ്ണിമത്തൻ നമുക്ക് അവിടെ തന്നെ കൊണ്ട് നടാം കേസ്. നമ്മൾ അവിടെ തന്നെ നട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയോ, ഇത് പെട്ടെന്ന് വളരും. നോക്കിയോ, എൻ്റെ ബീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വളരും. കണ്ട മറ്റേ വളർന്ന് കണ്ട പെട്ടെന്ന് വളർന്നു കണ്ട. അതാണ് കേസ് എൻ്റെ ബേസിൻ്റെ ഒരു ഐശ്വര്യമാണ് കേസ്. ഞാൻ വല്ലതും ഇവിടെ നട്ടാൽ പിന്നെ അത് വളർന്ന് പന്തലിച്ച് വലുതായിട്ടേ ഉള്ള കാര്യം. അതങ്ങനെയാണ് എൻ്റെ ബേസിൻ്റെ ഐശ്വര്യമാണ് അത് കേസ്. അത് കണ്ടോ കേസ്. എൻ്റെ കയ്യിൽ മറ്റേ നമുക്കൊരു ടൊമാറ്റോ എടുത്ത് വിറ്റാലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേസ്. നമുക്ക് ടൊമാറ്റോ ഒക്കെ എടുത്ത് വിറ്റ് കുറച്ചും കൂടെ പൈസ ഒക്കെ ഉണ്ടാക്കാൻ എത്ര പൈസ കിട്ടുമെന്നൊക്കെ എനിക്ക് അറിയാൻ കൗതുകമുണ്ട് കേസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളിപ്പോൾ എടുത്തതെല്ലാം കൂടെ സെല്ല് ചെയ്യാം കേസ്. സ്ട്രോബെറിയും അങ്ങനെയൊക്കെ കുറച്ചുണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് സെല്ല് ചെയ്യാം. സെൽ ഐ വണ്ട് ടു സെൽ മൈ ഇൻവെൻട്രി ആൻഡ് സെൽ മൈ ഇൻവെൻട്രി സെൽ ദിസ്. നമുക്ക് ഈ ട്വൈസ് സ്ട്രോബെറിക്ക് എത്ര $1 കിട്ടും നോക്കട്ടെ. ഹൗ മച്ച് അല്ല വേണം, നമുക്ക് ഡയറക്റ്റ് സെല്ലിന് ചെയ്യാം. 479 കിട്ടി കേസ്. 479 സെൻറ്റ് കിട്ടി. ദാറ്റ് ഈസ് നോട്ട് ബാഡ്. ഗിഫ്റ്റില്ല നമുക്കെല്ലാം വിൽക്കാനുള്ളതാണ്. ഓരോന്നോരോന്ന് എടുത്ത് വയ്ക്കാം കേസ്. ഞാൻ എടുത്തെല്ലാം സെല്ല് ഇൻവെൻട്രി തന്നെ കൊടുത്താൽ പെട്ടെന്ന് വിൽക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് കേസ്. നമുക്ക് സെൽഫ് ഇൻവെൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം പെട്ടെന്ന് വിൽക്കാം. അതുകൊണ്ട് ഞാൻ അപ്പോഴും സെൽഫ് ഇൻവെൻട്രിയാണ് കൊടുക്കുന്നത്. നമ്മുടെ തണ്ണിമത്തൻ 7% ഗ്രോ ആയി. നമ്മുടെ ടൊമാറ്റോ ഒരെണ്ണം എടുത്ത് വിറ്റാലോ. ടൊമാറ്റോ 10% ഗ്രോ ആയി. നമുക്ക് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേസ്. നമുക്കിനി ഈ ടൊമാറ്റോക്ക് എത്ര പൈസ കിട്ടും നോക്കട്ടെ. കടക്കാരായി ഈ കിത്തന പൈസ ഹോഗ. എത്ര പൈസയൊക്കെ ആയിരിക്കും കടക്കാരത്? ഹൗ മച്ച് ഇറ്റ് ഈസ് വർത്ത്? $27 സെൻറ്റോ? ഞാൻ എത്ര പൈസ കൊടുത്താണ് വാങ്ങിച്ചതെന്നറിയാം കടക്കാരെ. ഇത് എനിക്ക് നഷ്ടമാണല്ലോ ഗൈസ്. കുറച്ചും കൂടെ വലുതാവണമായിരിക്കും ഗൈസ്. നമുക്ക് കുറച്ചും കൂടെ വലിയ സീഡ് നമ്മൾ ഓറഞ്ച് വാങ്ങിക്കാം ഗൈസ്. നമുക്കൊരു ഓറഞ്ചൊക്കെ വാങ്ങിച്ചേക്കാം. അത് ഗൈസ് ഞാൻ ഒരു ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും വേറെ പ്രത്യേകിച്ച് ബ്ലൂബെറി വാങ്ങാൻ പൈസ നഹി. നമുക്ക് പിന്നെ വേറെ ഒന്നും വാങ്ങണ്ട ഗൈസ്. നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ പോകാം. കഴിഞ്ഞാൽ പോയി നമുക്ക് ഈ സ്ട്രോബെറി കൊണ്ട് വയ്ക്കാം. സ്ട്രോബെറിന്ന് ഓറഞ്ച് കൊണ്ട് വയ്ക്കാം. ഓറഞ്ച് വിൽക്കാനല്ല നടാം. നമുക്ക് ഓറഞ്ചിനെ അവിടെ കൊണ്ട് നട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് നമ്മുടെ തണ്ണിമത്തൻ 13% വലുതായി ഗൈസ്. നമ്മുടെ തണ്ണിമത്തൻ ദാറ്റ് ഈസ് നൈസ്. നമ്മുടെ തണ്ണിമത്തൻ 13% വലുതായി. നമുക്കിനി വലുതും നമ്മുടെ ഓറഞ്ചൊക്കെ വലുതാൻ വേണ്ടി ഞാൻ കാത്തിക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പറിച്ചെടുത്ത് നമുക്ക് വിൽക്കാം കേസ്. കുറച്ചും കൂടെ പറിച്ചൊക്കെ എടുത്ത് വിൽക്കാം. നമുക്ക് പൈസ കിട്ടണം. പൈസ ചാഹിയേ. സീഡ് ചാഹിയത്തോ പൈസ ചാഹിയേ. നമുക്ക് സീഡ് വേണമെങ്കിൽ പൈസ വേണം കേസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എടുക്കാം കേസ്. കുറച്ചും കൂടെ നമുക്ക് ഈ പണ്ടര എടുക്കാം. അതിൻ്റെ പേരെന്തിൻ്റെ ബ്ലൂബെറി കേസ്. ഇനി നമുക്ക് കൊണ്ട് വിൽക്കാം. നമ്മുടെ വലിയ ടൊമാറ്റോൻ്റെ വലിയ തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ടൊമാറ്റോ ഇത് പറയുന്നത് ഈ ബ്ലൂബെറി നമുക്ക് ഒന്നായിട്ട് വിറ്റ് നോക്കാം. നമ്മുടെ ഏറ്റവും കിലോ കൂടുതലുള്ള ഏറ്റവും ബ്ലൂബെറിയാണ്. എത്ര? 35 സെൻറ്റ്.
ഇതൊന്നും നടക്കൂല. നമുക്ക് മൊത്തത്തിൽ അങ്ങ് വിറ്റുകളയാം, ഇൻവെർട്ടർ മൊത്തം അങ്ങ് വിറ്റുകളയാം. അപ്പോൾ അതുകൊണ്ട് 924 സെൻറ്റ് കേസ്. ഒരു ഓറഞ്ച് കൂടെ വാങ്ങാം, നമുക്കൊരു ടൊമാറ്റോ കൂടെ വാങ്ങാം വേണമെങ്കിൽ. പിന്നെ അത് വാങ്ങുന്നില്ല. ഒരു വാട്ടർ മെലൺ അതൊന്നും വാങ്ങിക്കാനുള്ള പൈസ ഇല്ല അപ്പോൾ തൽക്കാലം. താഴോട്ട് പിന്നെ ഒന്നും വാങ്ങിക്കാനുള്ള പൈസ കാണില്ല കേസ്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. നമുക്ക് സ്റ്റീൽ ബ്രെയിൻ റോട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടുന്നുണ്ട് കേസ്. ഞാൻ നല്ല കൂടിയ പെറ്റൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അതിൽ എൻ്റെ പൈസയൊക്കെ എനിക്ക് അതിൽ 1 മില്യൻ്റെ ഒക്കെ ഒരു മിച്ചക്ക് പെറ്റ് കിട്ടി കേസ്. അത് ഞാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കുറച്ച് റെയറായ മില്യൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ ഞാൻ 1 മില്യൺ 3 മില്യൺ 2 മില്യൻ്റെ ഞാൻ എടുത്ത് സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വീഡിയോ വേണമെങ്കിൽ എന്നുള്ളത് സ്റ്റീൽ ബ്രെയിൻ റോഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടാം. അല്ലെങ്കിൽ ഞാൻ ഇടും കേസ്. നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്താൽ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. എന്തായാലും നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക കേസ്. കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വയ്ക്കണം. നമ്മുടെ വീഡിയോ ആണെങ്കിൽ എപ്പോഴും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോകണം. അപ്പോൾ നമുക്ക് അതിൻ്റെ നമുക്ക് വല്ലതും വിൽക്കാൻ വേണ്ടോ നോക്കട്ടെ. കുറച്ചും കൂടെ നമുക്ക് സ്ട്രോബെറി ഒക്കെ എടുത്ത് വയ്ക്കാം. സ്ട്രോബെറി കേസ്. ഞാൻ കുറച്ച് സ്ട്രോബെറിയും സ്ട്രോബെറി മാത്രമേ വയ്ക്കുള്ളൂ. സ്ട്രോബെറി മാത്രമേ എടുത്തുള്ളൂ കേസ്. സ്ട്രോബെറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ തൽക്കാലം. എല്ലാം കൂടെ അതിൻ്റെ സെൽമ ഇൻവെൻട്രി ഓക്കെ. എൻ്റെ $1548 കേസ്. 48 സെൻറ്റ് ഉണ്ട്. ഇവൻ്റെ ഇതിൽ മറ്റേ ബ്ലൂബെറി ഉണ്ട്, 2 തണ്ണിമത്തനുണ്ട്. അത് 14% ഗ്രോ ആയി കേസ് അവൻ്റെ തണ്ണിമത്തൻ. ഞാൻ ഇനി അവനെ കാട്ടി വലിയ കൂടുതൽ സംഭവങ്ങൾ വാങ്ങിക്കും കേസ്. 5-6 തണ്ണിമത്തന്നെ വാങ്ങും. 5-6 തണ്ണിമത്തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പൊക്കിയിട്ടേ പോവുള്ളൂ. എന്നല്ല, ഞാൻ ഏതെങ്കിലും ദിവസം എന്തൊക്കെ നടക്കുമായിരിക്കുമല്ലേ. നമുക്ക് പെറ്റുമല്ലേ വാങ്ങിക്കാൻ പറ്റുമോ കേസ്. ഇവിടെ 3 വേറെ സ്റ്റോറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത് എന്തോന്നാണ് പണ്ടാരം വലിയ നീണ്ട. ഇത് നമ്മുടെ പെറ്റ് എഗ്ഗ്. നമുക്ക് ഐ വാണ്ട് ടു സീ ഓക്കെ ഇതാ കിട്ടുന്നുണ്ട് കേസ്. 50 കേര പെറ്റ. ഇതൊക്കെ ഇത് ചിറകുള്ള മുട്ടേ കേസ്. മുട്ടയ്ക്ക് ചിറകൊക്കെ ഉണ്ടായില്ല. ഓടാ ഇതൊക്കെ എന്തൊരു വിലയാടാ അത്. പാവങ്ങളൊക്കെ എന്ത് ചെയ്യും? എൻ്റെ ഇതൊന്നും വാങ്ങിക്കുള്ള പൈസ ഇതെന്തിനാണ് കൊണ്ടാലും. ഇത് എനിക്ക് എന്തിനൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ചേട്ടത്തെ ഞാൻ വിട്ടുപോയിരുന്നു കടയ്ക്കകത്ത്. കുഴപ്പമില്ല, എനിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ ബുദ്ധി പെട്ടെന്ന് എനിക്ക് വരില്ല. അതിൽ കുഴപ്പമില്ല. നമ്മുടെ ബ്ലൂബെറി ഭയങ്കര വലുതാണ് കേസ്. പക്ഷെ കാണാൻ നല്ല ജിമിട്ട സാധനമാണെങ്കിലും പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെ സൈസ് ഒന്നും. ഇത് ഗോൾഡൻ കളർ സ്ട്രോബെറിയാണ്. ഗോൾഡൻ സ്ട്രോബെറി ഗേസ്. ഗോൾഡൻ സ്ട്രോബെറി കറക്റ്റ് എടുത്ത് നോക്കട്ടെ. കയ്യിലെടുത്ത് നോക്കട്ടെ. ഗേസ് ഗോൾഡൻ സ്ട്രോബെറി. ഓ മൈ ഗോഡ്, ഗോൾഡൻ സ്ട്രോബെറി. ഇത് എത്ര പൈസ വേണം? നല്ല പൈസ വേണം ഗേസ്. ഒരു 1000 സെൻറ്റെങ്കിലും തരണം. എത്ര? ഹൗ മച്ച് ഈസ് വർത്ത്? 482 cents. 482 cents guys. That is not bad. Okay, I want to sell this. Okay guys, നമ്മുടെ ഇനി ബാക്കി കുറച്ചും കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് അതുകൂടെ സെല് ചെയ്ത് കളയാം. വെറ്റ് ബ്ലൂബെറി ഇതൊക്കെ എന്തൊരു ഭണ്ഡാരം ഉണ്ട്. എല്ലാം കൂടെ സെല് ചെയ്ത് കളയാം. പക്ഷേ പിന്നെ ഈ 3 കൂടെ സെല് ചെയ്ത് കളഞ്ഞതിനെ കാട്ടി പൈസ കൂടുതലാണ് ആ ഒരൊറ്റ ഗോൾഡൻ സ്ട്രോബെറി. ഇതെന്തോന്നാണ്? ഷോ മീ ദ ഷോപ്പ്. ഇതെന്തിനാണ് ഗൈസ്? നമുക്ക് ഇതെന്തിനാണ്? ഫ്ലവർ സീഡ് പാക്ക് വാങ്ങിക്കാൻ പറ്റുമോ? പക്ഷേ അതിന് ഹണി കൊടുക്കണമല്ലേ. ഹണി അത് എങ്ങനെയാണ് ഗൈസ് കിട്ടുന്നത്? ഹണി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഹണി ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപയോഗമായിരുന്നു. 27 മിനിറ്റൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. പക്ഷേ എൻ്റെ ഇത് ഒന്നും വാങ്ങിക്കാൻ സംഭവങ്ങളില്ല. അതൊരു വേറൊരു പ്രശ്നമാണ്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഗോൾഡൻ സ്ട്രോബെറി കിട്ടി ഗൈസ്. അങ്ങനെ ആദ്യമായി എൻ്റെ ഒരു സ്ട്രോബെറി ഗോൾഡനായി. എൻ്റെ ബ്ലൂബെറി ഗോൾഡൻ ആയെന്നൊരു ഡൗട്ടില്ല. ഞാൻ ഗോൾഡൻ കളർ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് വിറ്റ പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ പ്ലാന്റ് ഒന്നും കൊണ്ടുകൊടുക്കാൻ പറ്റുമോ ഗൈസ്? ടേക്ക് ദിസ് പ്ലാന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. നമുക്കിത് പ്ലാൻ ചെയ്തെടുത്ത് അവന് കൊടുക്കാൻ പറ്റുമോ? സ്ട്രോബെറി ഇല്ല ഗൈസ്. ഇങ്ങനത്തെ ഒരു പ്ലാന്റിനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാന്റിനെ കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു പ്ലാന്റിനെ നമുക്ക് കൊടുക്കാൻ കഴിയൂല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. നമുക്ക് ഇത് കൊണ്ട് വിൽക്കാം ഗൈസ്. പിന്നെ തിരിച്ച് കൊണ്ട് നടാൻ പറ്റില്ല. പറിച്ചെടുത്താൽ പിന്നെ തിരിച്ചു കൊണ്ട് നടാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത് കൊണ്ട് തന്നെ വിൽക്കാം ഗൈസ്. ഓക്കെ, 37 സെൻറ്റ് കിട്ടി ഗൈസ് നമുക്ക് ആ സ്ട്രോബെറി കിട്ടിയപ്പോൾ.
അപ്പോൾ ഇതിനെക്കാട്ടി നല്ല കൂടുതലാണ് കേസ് ഗോൾഡ് സ്ട്രോബെറി. മഴ നിന്ന് കേസ്, മഴ നിന്ന് അത് നമ്മുടെ തണ്ണിമത്തൻ വലുതായിട്ടുണ്ട് കേസ്. 45% നമ്മുടെ തണ്ണിമത്തൻ. ദാറ്റ് ഈസ് നൈസ്. അപ്പോൾ നമ്മുടെ തണ്ണിമത്തനൊക്കെ നല്ല വലുതാകും. തണ്ണിമത്തനൊക്കെ നല്ല സൈസ് കാണില്ലേ കേസ്? നമ്മുടെ തണ്ണിമത്തനൊക്കെ എത്ര വില കാണും? 5000 അല്ലെങ്കിൽ 1000 സെൻറ്റെങ്കിലും കാണണം കേസ്. ഇതൊക്കെ കായി കഴിഞ്ഞാൽ നല്ല വലിയ ഉപയോഗമായിരിക്കും. ഇപ്പോൾ നമ്മൾ 2000 സെൻറ്റ് ഉണ്ട് കേസ്. കുറച്ചും കൂടെ എടുത്ത് വിൽക്കാം കേസ്. നമുക്ക് കുറച്ച് സ്ട്രോബെറിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. സ്ട്രോബെറി ട്വൈസ്റ്റ് സ്ട്രോബെറി, അത് 2 സ്ട്രോബെറി കൂടെ ചേർന്നാണ് കേസ്, വേറെന്ന് വിചാരിക്കേണ്ട. നമുക്കിനി ഓക്കെ, നമുക്ക് ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻട്രി. ഓക്കെ, കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് കേസ്, നോട്ട് ബാഡ്. നമുക്കിനി വാങ്ങിക്കാൻ വല്ലതുണ്ട് നോക്കട്ടെ. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഒരു വാട്ടർ മെലനും കൂടെ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ട്. പക്ഷേ 1000. ഇത് ഡാഫുൾ എന്തിനാണ് കേസ്? ഡാഫുൾ സീഡ് എന്തിനാണ്? ഡാഫുൾ അതുപോലെ കായ് വല്ലാണ് ഡാഫുൾ. ഇനി ഒരു ഡാഫിൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഡാഫിൾ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഇനി പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വാങ്ങിക്കാണ്ടോ കൂടെ നോക്കട്ടെ. ഇതിൽ 1000 സെൻറ്റ് ബാക്കിയുണ്ട്. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിക്കണ്ട കേസ്. വാങ്ങിക്കണ്ട. ഇത്ര തന്നെ വന്നു. ഒരു ഡാഫിൾ എന്തായാലും നോക്കിയിട്ട് വരാം. ഡാഫിൾ സീഡ് എന്തിനാണെന്ന് നോക്കണം കേസ്. വാട്ട് ഈസ് ദ ഡാഫിൾ നമുക്ക് അവിടെ കൊണ്ടു നടാം. ഡാഫിൾ ഇവിടെ കൊണ്ടു നടാം കേസ്. ഡാഫിൾ സീഡ് നമുക്ക് ഇതെന്തിനാണ്? ഓറഞ്ച് വലുതായി കേസ്. പക്ഷേ വലുതായിട്ട് ഓറഞ്ചിന് പോലെ ഏത് പൂവിനെ പോലെ ഇരിക്കും കേസ് ഓറഞ്ച്. എന്തോ ചിലപ്പോൾ അത് പൂവനായിരിക്കും കേസ്. എനിക്ക് കണ്ടിട്ട് ഓറഞ്ചിൻ്റെ ഷേപ്പ് ഒന്നും തോന്നില്ല. ഓറഞ്ച് ഒരുമാതിരി പൂ കണക്ക് ഇരിക്കുന്നില്ല ഓറഞ്ച്. ഇത് ഓറഞ്ച് അല്ലായിരിക്കും കേസ്. ഇനി വലിയ ഗോൾഡ് സ്ട്രോബെറി വല്ല വന്നാൽ കൊള്ളാം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാനില്ല കേസ്. അവിടെ തണ്ണിമത്തൻ എത്ര വലുതായി? 57% വലുതായി കേസ്. നോട്ട് ബാഡ്. മഴ വന്നപ്പോൾ കുറച്ചും കൂടെ വലുതായി എന്നാണ് തോന്നുന്നത് കേസ്. മഴ വന്നപ്പോൾ കുറേ വെള്ളം കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വലുതായി കാണും. അപ്പോൾ കേസ് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് സ്പ്രിംഗ്ലർ വാങ്ങിക്കാൻ പറ്റുന്നത്. മറ്റേ എന്തെങ്കിലും ഇപ്പോൾ ഇത് പുല്ലിനൊക്കെ വെള്ളം ഒഴിച്ച് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, സ്പ്രിംഗ്ലർ റിയൽ. അതുപോലത്തെ മറ്റേ മാസ്റ്റർ സ്പ്രിംഗ്ലർ, ഗോഡ്ജി സ്പ്രിംഗ്ലർ, അങ്ങനെ കുറേ സ്പ്രിംഗ്ലറൊക്കെ ഉണ്ട്. പക്ഷേ അത് നല്ല പൈസയാണ്. അത് വാങ്ങിക്കാനുള്ള ശേഷി നമുക്കിപ്പോൾ തൽക്കാലം ഇല്ല. നമുക്ക് ഈ പണ്ടാരം എന്തെങ്കിലും നോക്കിയിട്ട് കേസ്. ഇതെന്തിനാണ്? ഐ വാണ്ട് ടു എവല്യൂട്ട് ദിസ് പ്ലാന്റ്. നമുക്ക് പ്ലാനിനൊക്കെ എവല്യൂ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ പറയണമെന്ന് പ്രത്യേകിച്ച് കാണണമെന്നില്ല കേസ്. പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. ഇച്ചിരി കൂടെ വലുതാക്കി എഴുതി കാണിച്ചിരുന്നെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ കേസ്. നമുക്ക് ഇതിൽ പ്ലാന്റിനെ ഇവല്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഹൂ ആർ യു ചോദിച്ചിട്ടുണ്ട് ഞാൻ. നമുക്കൊരു പ്ലാൻ എടുത്തിട്ട് കേസ്. നമുക്കതിനെ ഇവല്യൂട്ട് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഞാൻ ഒന്ന് എടുത്തുകൊണ്ട് വരാം. നമുക്കൊരു സ്ട്രോബെറി എടുത്തുകൊണ്ട് വരാം. നമുക്ക് സ്ട്രോബെറി എടുക്കണം. നമുക്ക് ഓറഞ്ച് വേണ്ട, തണ്ണിമത്തൻ എടുക്കണ്ട അതോട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇതാണല്ലേ ഡാഫിൾ എന്ന് വെച്ചാൽ പൂവാണ് കേസ്. ഡാഫിൾ ചെറിയ പൂവാണ് കേസ് ഡാഫിൾ. എനിക്ക് ചെറുതായിട്ട് കാണാം കേസ്. നമുക്കാണെങ്കിൽ ഇപ്പോൾ അതിനെ പറിക്കാം. ഞാൻ പറിച്ചെടുക്കുന്നില്ല. നമുക്കൊരു ഓറഞ്ചിനടുത്ത് എവല്യൂ ചെയ്യാൻ പറ്റും. നോക്കാം. നമുക്ക് ഓറഞ്ച് തന്നെ ഇവല്യൂട്ട് ചെയ്ത് മറ്റേ തിളങ്ങണ ഓറഞ്ചൊക്കെ ആക്കി എടുക്കാൻ പറ്റുമോ? ഇത് ഓറഞ്ചല്ല കേസ്, ഇത് പൂവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് പൂവണക്കാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് ഇവല്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല ഗൈസ്. നമുക്ക് ഇവോ പ്ലാൻസിനെ മാത്രമേ ഇവല്യൂ ചെയ്യാൻ പറ്റൂ. ഇവോ പ്ലാൻസ് എന്തിനാണ് ഗൈസ്? എൻ്റെ ഫ്രീ ഫയറിൽ ഇവോ ഗൺസ് ഇവോ പ്ലാൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇവോ പ്ലാൻസ്, ഇതിൽ ഇവോ പ്ലാൻസ് വല്ല നമുക്ക് നോക്കാൻ പറ്റും. ഇവോ പ്ലാൻസ് ടോക്ക് ഇത് കഴിയൂല കേസ്. നമുക്ക് ഇത് ഇവല്യൂ ചെയ്യാൻ പറ്റില്ല കേസ്. നമുക്ക് ഇവോ പ്ലാൻസ് എന്തെങ്കിലും നോക്കണം. ഇവൻ്റെ നമുക്ക് സെയിം ചെയ്ത സ്റ്റാജ് 1 സീഡ്സ്. ഇവൻ്റെ സീഡ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേസ്. അപ്പോൾ ഇതാണ് കേസ് ഇവോ പ്ലാൻസ് എന്ന് പറയുന്നത്. 100K പ്ലാന്റ് കേസ്. ഞാൻ ഇത് എങ്ങനെ വാങ്ങിക്കാൻ? 100K എൻ്റെ ആകെ 1K പൈസയുള്ളൂ. 1K പൈസ വെച്ച് ഞാൻ എങ്ങനെ കേസ് ഒരു 100K ഒക്കെ വാങ്ങിക്കുന്നത്? ഇതെന്തായാലും എനിക്ക് ഓറഞ്ച് അല്ലാന്ന് മനസ്സിലായി. ഇതെന്തൊരു പൂവാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഓറഞ്ച് ഇങ്ങനെയാണ് കേസ് ഇരിക്കുന്നത്. ഒരുമാതിരി പൂവാണക്ക്. നമുക്കിത് കൊണ്ടുപോയി വിൽക്കാം കേസ്. എത്ര രൂപ കിട്ടും നോക്കാം. ഐ വാണ്ട് ടു സെൽ ദിസ്. ഓ മൈ ഗോഡ്, 1200 ഇത്രയൊക്കെ പൈസ കിട്ടി ഗൈസ്. ഓറഞ്ച് കൊള്ളാം.
ഓറഞ്ച് കൊള്ളാം കേസ്, നമുക്ക് നല്ല പൈസ കിട്ടി. അപ്പോൾ ഓറഞ്ചിന് നല്ല പൈസ കിട്ടും കേസ്. നമുക്കിനി അടുത്ത വിൽക്കാനൊക്കെ ഉണ്ട് കേസ്. നമുക്ക് അടുത്ത പുതിയ സീഡ് വന്നെന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ കേസ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേസ്. അവിടെ നിന്ന് വാങ്ങി സീഡ് പറഞ്ഞവർ പ്രത്യേകിച്ച് റീസ്റ്റോക്ക് ഒന്നും ആയില്ല. നമുക്കൊരു ടൊമാറ്റോ കൂടെ എടുത്ത് വിറ്റ് നോക്കിയാൽ, നമുക്ക് ഈ 2 ടൊമാറ്റോ എടുത്ത് വിറ്റ് നോക്കിയില്ല, 2 വലുത്. നമുക്ക് ഈ വലുതെടുത്ത് വയ്ക്കാം കേസ്. നമുക്ക് 2 കൂടെ എടുത്ത് വയ്ക്കാം. 2 ടൊമാറ്റോ എടുക്കാം. അല്ലെ വേണ്ട, ഒരു ടൊമാറ്റോ ഇരിക്കട്ടെ കേസ്. ആ ടൊമാറ്റോ വലുതായി വലിയ ടൊമാറ്റോ ആണെങ്കിൽ പറയാൻ പറ്റില്ലേ. നമുക്ക് ഈ ടൊമാറ്റോ എടുത്ത് വയ്ക്കാം കേസ്. വാണ്ട് ടു സെൽ ദിസ്. ഈ ടൊമാറ്റോയ്ക്ക് നമുക്ക് എത്ര പൈസ കിട്ടും കേസ്? 33 സെൻറ്റേ കിട്ടുന്നുള്ള കേസ്. ടൊമാറ്റോ വലിയ നഷ്ടമാണെന്ന് തോന്നുന്നു കേസ്. കൊടുത്ത പൈസയുടെ പകുതിക്ക് പോലും എനിക്ക് കിട്ടുന്നില്ല. അത് കുഴപ്പമില്ല. ചിലപ്പോൾ ടൊമാറ്റോയുടെ സൈസ് കുറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെ പിന്നെ അത്ര വിളവാകാത്തതായിരിക്കും കേസ്. അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ചില സീഡ് വല്ലതും വാങ്ങിക്കണോ കേസ്? ഓറഞ്ച് വാങ്ങിച്ചാലേ കേസ്. ഞാൻ ഒരു ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഓറഞ്ച് കൊണ്ട് നടാം കേസ്. ഓറഞ്ച്. അപ്പോൾ ഈ സമയം മൊത്തം വെയിലാണെന്ന് തോന്നുന്നു കേസ്. മൊത്തം മഞ്ഞളിച്ചിരിക്കുന്ന പോലെ ലൈറ്റൊക്കെ ഇറങ്ങും. മൊത്തമേ ഒരു വെയിലൊക്കെ ആയിട്ടിരിക്കുന്നു കേസ്. നമ്മുടെ തണ്ണിമത്തന് കേസ് ചപ്പിയിരിക്കുന്നു. അതെനിക്ക് അറിഞ്ഞൂടാ. ഒരുമാതിരി തണ്ണിമത്തൻ്റെ അവിടെ നിന്ന് ഇടിച്ച് ചപ്പിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വലുതാവണ ഉണ്ടാവുള്ളായിരിക്കും. എന്തായാലും നമുക്കിനി ഓറഞ്ച് സീഡ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. നമുക്ക് ആ ഓറഞ്ച് സീഡ് കൊണ്ട് നടാം കേസ്. ഓറഞ്ച് നമ്മൾ ഇവിടെ നിന്നല്ലേ ഓറഞ്ച് പറിച്ചപ്പോൾ നമുക്ക് അവിടെ തന്നെ കൊണ്ട് നടാം. ഓക്കെ, ഇതും കൂടെ വലുതായിട്ട് വേണം നമുക്കൊന്നും കൂടെ $1000 മുക്കാൻ. ഓറഞ്ച് ലാഭമാണ് കേസ്. ഞാൻ $600 വാങ്ങിച്ചിട്ട് $1000 എനിക്ക് വിൽക്കാൻ പറ്റി. ദാറ്റ് ഈസ് നൈസ്. ഓറഞ്ച് ഇസ് സോ നൈസ്. ടൊമാറ്റോ ഒക്കെ വലിയ ചക്കണൊക്കെ ആയിട്ടുണ്ട് കേസ്. ഓറഞ്ച് അതിൻ്റെ ഇടയിൽ വലുതായിക്കണ്ട. ഷുറെന്ന് പറഞ്ഞാൽ വലുത്. എനിക്ക് ഈ സാധനം തന്നെ വിൽക്കുമ്പോൾ എനിക്കൊരു 1000 അടുപ്പിച്ചൊരു $1 കിട്ടും. ദാറ്റ് ഈസ് ദ ഗുണം ഓഫ് ഓറഞ്ച്. നമുക്ക് ഈ ഗാർഡൻ മൊത്തം അങ്ങ് ഓറഞ്ച് ആക്കിയില്ല. നമുക്ക് ബാമ്പു വാങ്ങിക്കണമെന്നുണ്ട് കേസ്. മറ്റേ നീളമുള്ള ബാമ്പു, അത് നല്ല രസമാണ് കാണാൻ. പക്ഷേ ബാമ്പു വാങ്ങിക്കാൻ പൈസ എനിക്ക് പിന്നെ റീസ്റ്റോക്കും അല്ല കേസ്. ബാമ്പുക്ക് നല്ല പൈസ ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. എന്തായാലും നമുക്ക് ഈ വെയിൽ തീർന്നില്ല. കുറേ നേരമായില്ല വെയിലടിക്കാൻ തുടങ്ങി. ഇവിടെ ഒന്ന് ഈ വെയിലടിക്കുമോ? എൻ്റെ ബേസിൽ നിന്ന് വെയിലടിപ്പിച്ച് തരുമായിരിക്കും. മേരെ ബേസ് ഇച്ചിരി വെയിൽ തരുമോ? എൻ്റെ ബേസിൽ കുറച്ച് വെയിലടിക്കുമോ? അടിക്കണിക്കുന്നുണ്ട്, ചെറുതായിട്ട് അടിക്കുന്നുണ്ട് കേസ്. തണ്ണിമത്തൻ കുറച്ചുകൂടെ വലിപ്പം വെച്ചു കേസ്. തണ്ണിമത്തൻ കുറച്ചുകൂടെ വീതിയൊക്കെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ തണ്ണിമത്തൻ വളരുന്നത്. ഇത് റോബ്ലോക്സിൽ അങ്ങനെ ആയിരിക്കും. ഒരുമാതിരി ബോക്സ് കണക്ക് ഇരുന്നിട്ട് ചപ്പിയിരിക്കും മറ്റേ തണ്ണിമത്തൻ. എന്തായാലും സംഭവം കൊള്ളാം. ഗെയിമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റോബ്ലോക്സിൻ്റെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും കേസ്. ഈ ചാനൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരും കേസ്. നല്ല റോബ്ലോക്സിൻ്റെ വീഡിയോസും വരും. നമുക്ക് ഫ്രീ ഫയറിൻ്റെ വീഡിയോസും വരും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അത് തന്നെ ഇട്ടോളാം. നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കണം കേസ്. ഈ വെയിൽ ഇന്നെന്തെങ്കിലും തീരും. നമുക്ക് ഈ ഡാഫിൾ ഇട്ടിട്ടുണ്ട് കേസ്. നമുക്ക് ഡാഫിൾ വിൽക്കണമെന്നുണ്ട്. ഡാഫിളിന് എത്ര കിട്ടും? ഹൗ മച്ച് ഇറ്റ് ഈസ് വർത്ത്? അപ്പോൾ കേസ് ഡാഫിൾ ഏകദേശം 1000 അടുപ്പിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ ഡാഫിൾ നല്ലതാണ് കേസ്. ഈ ചെറിയ പൂവിന് ഇത്ര പൈസ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മറ്റേ 903 സെൻറ്റ് ആയിരുന്നു. നമുക്കിത് സെല് ചെയ്യാം കേസ്. ഐ വാണ്ട് ടു സെൽ ദിസ്. 903 സെൻറ്റ് കിട്ടി. നമുക്കിപ്പോൾ 3000 സെൻറ്റ് ആയിട്ടുണ്ട് കേസ്. 3000 സെൻറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞാൻ പിന്നെ കുറേ നേരമായി ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.